ഭൂരിപക്ഷ ജനങ്ങളും അശ്രദ്ധരായി കഴിയുന്ന, അറിവുള്ളവർ പോലും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാത്ത ഒരു സുന്നത്ത് നിസ്കാരമാണ് ളുഹാ സമയത്തുള്ള സുന്നത്ത് നമസ്കാരം. അതിനെ നമ്മൾ ഹയാത്താക്കുക തന്നെ വേണം സഹോദരങ്ങളെ. ഞാൻ എന്നോടെന്ന പോലെ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങളോടും ഉണർത്തുകയാണ്. ളുഹാ നമസ്കാരം എന്ന് പറയുന്ന സുന്നത്ത് നമസ്കാരം നാളത്തെ ളുഹാ മുതൽ നമ്മളെല്ലാവരും ആരംഭിക്കണം. എന്താ, നമ്മൾ തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായും നാളത്തെ ളുഹാ ആ പ്രഭാതം മുതൽ നമുക്ക് ഈ സുന്നത്ത് നടപ്പിൽ വരുത്തുകയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയ്യത്ത്, അവിടുത്തെ മഹത്തായ ഉപദേശത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യന്റെ ശരീരത്തിൽ 60 വ 300 മഫ്സിൽ 360 അസ്ഥികളുണ്ട് എന്നാണ്. മനുഷ്യ ശരീരത്തിൽ 360ഓളം അസ്ഥികൾ, അവന്റെ വിരലുകൾ ഓരോന്നും അടങ്ങുന്ന ഓരോ അസ്ഥികൾ, ഇങ്ങനെ ടോട്ടൽ ബോഡിയിൽ 360ഓളം അസ്ഥികളുണ്ട്, ചെറുതും വലുതുമായിക്കൊണ്ട്. ആ നിലക്കുള്ള പ്രത്യേകമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത്, ഈ ഓരോ അസ്ഥികളും നിർവഹിക്കുന്ന ഓരോ പ്രത്യേകമായ ഡ്യൂട്ടി അല്ലാഹു റബ്ബുൽ ആലമീനിനോട് നമ്മൾ അതിനൊക്കെ പകരമായി ശുക്ർ രേഖപ്പെടുത്തുവാനും സദഖ ചെയ്യുവാനും ധർമ്മം ചെയ്യുവാനുമൊക്കെ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, അമൻ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ 360 അസ്ഥികൾക്കും അതല്ലെങ്കിൽ ആ നിലക്കുള്ള സന്ധികളുടെയും പേരിൽ ധർമ്മം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഇതിന്റെ പേരിൽ ധർമ്മം ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കാനാണ് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 360 സദഖ, 360 സന്ധികൾക്ക് പകരം നിൽക്കുന്ന, 360 സദഖക്ക് പുണ്യം നിൽക്കുന്ന, സമം നിൽക്കുന്ന ഒരു ഇബാദത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഫറകഅത അദ്ദുഹാ തുജ്സിയാനിക്, ദുഹാ സമയത്തുള്ള 2 റക്അത്ത് നിസ്കാരം ഇതിന് കിടപിടിക്കും, ഇതിന് നിനക്ക് തുല്യമായി നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അവിടുന്ന് വിശദീകരിച്ചു, അതെ, എല്ലാ തസ്ബീഹുകളും സദഖയാണ്, തഹ്മീദ് അൽഹംദുലില്ലകൾ സദഖയാണ്, അല്ലാഹു അക്ബറുകൾ ധർമ്മമാണ്, സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കൽ ധർമ്മമാണ്, ദുരാചാരങ്ങളെ വിരോധിക്കൽ ധർമ്മമാണ്. വയുജ്സിഉ മിൻ ദാലിക റക്അതാനി യർകഉഹുമാ മിനദ്ദുഹാ, ഇവക്കെല്ലാമായി പകരം നിൽക്കുന്ന, നമുക്ക് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് ദുഹാ സമയത്ത് നിർവഹിക്കപ്പെടുന്ന 2 റക്അത്ത് നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു 2 റക്അത്ത് ആ സമയത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഏറിയാൽ 5 മിനിറ്റാണ് നമുക്ക് വേണ്ടത്. 5 മിനിറ്റ് നിസ്കാരം, ആ 5 മിനിറ്റ് കൊണ്ട് നിർവഹിക്കുന്ന 2 റക്അത്ത് സമം 360 സദഖ. ദിനേന 360 സദഖ ചെയ്യുന്നതിന് സമാനമാണ് ദിനേന 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്ന 2 റക്അത്ത് ദുഹാ നമസ്കാരം എന്ന് എന്റെ സഹോദരങ്ങൾ, ഞാൻ അടക്കമുള്ളവർ മനസ്സിലാക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുകയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസിയാമി 3 അയ്യാമിൻ മിൻ കുല്ലി ശഹ്രിൻ വറക്അതൈ ദുഹാ വഅൻ നൂതിറ ഖബ്ല അൻ അർഖുദ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലായ പ്രവാചകൻ എന്നോട് വസിയത്ത് നടത്തുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയാണ്, 3 കാര്യങ്ങൾ കൊണ്ട് അവിടുന്ന് എന്നോട് വസിയത്ത് നടത്തി. ഏതൊക്കെയാണത്? എല്ലാ മാസവും നീ 3 നോമ്പ് അനുഷ്ഠിക്കണം, എല്ലാ മാസവും 3 സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. അതിപ്പോ 13, 14, 15 അങ്ങനെയാവാം. ഇനി അതല്ലെങ്കിൽ ആദ്യത്തെ 10-ൽ നിന്നൊരു ദിവസം, രണ്ടാമത്തേതിൽ നിന്നൊരു ദിവസം, മൂന്നാമത്തേതിൽ നിന്നൊരു ദിവസം, ഏതായിരുന്നാലും ഒരു മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കാൻ എന്നോട് കൽപ്പിക്കുകയുണ്ടായി. വറകഅതൈൽ ദുഹാ, 2 റക്അത്തെങ്കിലും ദുഹാ നിസ്കരിക്കാൻ, ദുഹാ നമസ്കാരത്തിന്റെ 2 റക്അത്ത് എന്നോട് വസിയ്യത്ത് ചെയ്യുകയുണ്ടായി. പിന്നീട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഅൻ നൂതിറ ഖബ്ല അൻ അർഖുദ, ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പേ വിത്ർ നിസ്കരിക്കണം എന്നോട് കൽപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് മഹാനവറുകളോട് അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹത്തിന് ഉറങ്ങിയാൽ തഹജ്ജുദിന്റെ സമയത്ത്, പ്രഭാതത്തിന്റെ സുബഹിയാകുന്നതിന്റെ മുമ്പ് എഴുന്നേൽക്കുവാൻ പ്രയാസമുള്ളതുകൊണ്ടായിരുന്നു. അങ്ങനെ എഴുന്നേൽക്കാൻ പ്രയാസമില്ല, എഴുന്നേൽക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ രാത്രിയിലെ നമ്മുടെ ആ നമസ്കാരം സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയത്തിലേക്ക് നീട്ടി രാവിന്റെ അവസാന സമയങ്ങളിൽ നിർവഹിക്കുന്നത് തന്നെയാണ് ഉത്തമം.
അതേ അവസരത്തിൽ ഒരാൾ ഉറങ്ങാൻ കിടന്നാൽ സുബഹിക്കല്ലാതെ ഉണരൂല, ഇങ്ങനെ നിസ്കരിക്കാൻ അവസരം കിട്ടൂല എന്ന് വന്നാൽ അവരെല്ലാവരും വിത്തർ നമസ്കരിച്ച് ഉറങ്ങലാണ് ഏറ്റവും നല്ലത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് മഹാനവറുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്നൂതിറ ഖബല അൻ അർഖുദ, എന്ത്, ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്തർ നിസ്കരിക്കപ്പെടണം, വിത്തർ നിസ്കരിക്കാനുമാണ് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഇത് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലാ അദഉഹുന്ന ഫീ സഫരിൻ വലാ ഹളരിൻ, യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞാനത് ഉപേക്ഷ വരുത്താറില്ല. അപ്പൊ സാധാരണഗതിയിൽ യാത്രക്കാർക്ക് മറ്റു സുന്നത്ത് നിസ്കാരങ്ങള്, ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ആവശ്യമില്ല യാത്രക്കാരന്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ സഹാബിയോട് പറഞ്ഞ കാര്യത്തിൽ ളുഹാ നിസ്കാരം യാത്രയിലാണെങ്കിലും നമുക്ക് സുന്നത്തുണ്ട്. അപ്പൊ അത് എല്ലാ സഹോദരന്മാരും നമ്മുടെ ജീവിതത്തിൽ പ്രയോഗരംഗത്ത് കൊണ്ടുവരാൻ നാളെ മുതൽ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എത്ര റക്അത്ത് നമസ്കരിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരം നിർവഹിച്ച റക്അത്തുകളുടെ വിവിധ എണ്ണങ്ങളെ നമുക്ക് വിവിധ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ അർബഅൻ വയസീദു മാഷാ അല്ലാഹ്. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ നമസ്കാരം 4 റക്അത്ത് നമസ്കരിച്ചിരുന്നു. വയസീദു മാഷാ അല്ലാഹ്, അവിടുന്ന് ഉദ്ദേശിക്കുന്നത് വർദ്ധിപ്പിക്കാറുമുണ്ട്. ഇപ്പൊ 2 റക്അത്തിന്റേതായി 4 റക്അത്തിന്റേതുമായി. ഇനി ഉമ്മുഹാനിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ദഹബതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫത്ഹി, ഞാൻ മക്കം ഫത്ഹിന്റെ ആ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടുന്ന് കുളിക്കുകയാണ്. കുളി കഴിഞ്ഞതിന്റെ ശേഷം അവിടുന്ന് സ്വല്ലാ 8 റക്അത്തിൻ വദാലിക ദുഹൻ, 8 റക്അത്ത് അവിടുന്ന് ദുഹാ സമയത്ത് നമസ്കരിക്കുകയുണ്ടായി. അപ്പൊ 2 കേട്ടു, 4 കേട്ടു, 8 കേട്ടു. അതുപോലെ തന്നെ ആ നിലക്കപ്പോ 2, 4, 8 അതുപോലെ തന്നെ 12ന്റെയും ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സാധിക്കുന്ന ഒരു ചുരുങ്ങിയത് ഒരു 2 റക്അത്തെങ്കിലും പ്രിയമുള്ളവരെ ളുഹാ നമസ്കരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി എപ്പോഴാണ് ഈ ളുഹാ നമസ്കാരത്തിന്റെ സമയം? ളുഹാ എന്നത് തന്നെ ആ സമയത്തെ സൂചിപ്പിക്കുകയാണ്. അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യോദയത്തിന്റെ ശേഷം ഒരു 20 മിനിറ്റ് വരെ മാക്സിമം നമ്മൾ കാത്തു നിൽക്കുക. സൂര്യൻ ഉദിച്ച് നമുക്ക് കലണ്ടറിൽ നോക്കിയാൽ ഷുറൂഖ് എത്ര മണിക്കാണെന്ന്, നമ്മൾ സൂര്യോദയം എത്ര മണിക്കാണെന്ന് മനസ്സിലാവും. ഒരു 15-20 മിനിറ്റ് കാത്തു നിന്നാൽ ളുഹായുടെ ആദ്യ സമയം ആരംഭിക്കുകയായി. ആ ആദ്യ സമയത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്ന് അല്പം കഴിഞ്ഞ് ളുഹായുടെ ആദ്യ സമയമായതുകൊണ്ട് ആ സമയത്ത് നമസ്കരിക്കുന്ന നിസ്കാരത്തിന് സ്വലാത്തുൽ ഇശ്റാഖ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചില ആളുകൾ വിചാരിച്ചത് ഇശ്റാഖ് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് വേറൊരു നിസ്കാരവും ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് വേറൊരു നിസ്കാരവുമാണെന്നാണ്. അല്ല, ഇത് രണ്ടും ഒന്നാണ്. ളുഹായുടെ സൂര്യോദയം നടന്ന് ആ ആദ്യ സമയത്ത് നിസ്കരിക്കുമ്പോൾ അത് ഇശ്റാഖ്, അത് തന്നെയാണ് ഇശ്റാഖ് നിസ്കാരം, അത് തന്നെയാണ് ളുഹാ നിസ്കാരത്തിന്റെ തുടക്കം. ഇനി ഏതുവരെയാകാം? ലുഹറാകുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ്. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാണല്ലോ ലുഹറിന്റെ വഖത്ത് ആരംഭിക്കുന്നത്. അതിന്റെ ഒരു 10-20 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ഈ ളുഹ സമയമായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് ളുഹാ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ കൂലിയുള്ളത്? ഉത്തമമായ സമയം ഏതാണ്? വെയിലും ചൂടും കഠിനമാകുന്ന നേരത്താണ്. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കുറെ ആളുകൾ ളുഹായുടെ സമയത്ത് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ സമയത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠകരമായത് വേറൊരു സമയത്തേക്ക് നീട്ടിവെക്കലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സ്വലാത്തുൽ അവ്വാബീന ഹീന തർമദുൽ ഫസാഫിസാൽ, ചൂടുകൊണ്ട് ഒട്ടകക്കുട്ടികൾ വിഷമിക്കുന്ന നേരത്തുള്ള നിസ്കാരമാണ് ഖേദിച്ച് മടങ്ങുന്നവരുടെ നിസ്കാരം. അപ്പോ ളുഹായുടെ സമയത്തുള്ള നിസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായ സമയം സൂര്യനൊക്കെ ഉദിച്ച് നല്ലോണം വെയില് ചൂടായി ഒട്ടകക്കുട്ടികൾ ചൂടുകൊണ്ട് വിഷമിക്കുന്ന നേരത്ത്, അപ്പൊ ഒരു ളുഹറിന്റെ 1.5 മണിക്കൂർ മുമ്പ്, സുബഹി കഴിഞ്ഞിട്ട് സൂര്യോദയമൊക്കെ നടന്ന് 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല വെയില് ചൂടായി കഠിനമായി നല്ല വെയിലും ചൂടുമൊക്കെയുള്ള ആ നേരത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ആ നേരത്തുള്ള നിസ്കാരത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് വിശേഷിപ്പിച്ചത്.
അവ്വാബീങ്ങൾ, അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ നിസ്കാരം ചൂടുകൊണ്ട് ഒട്ടകക്കുട്ടികൾ വിഷമിക്കുന്ന നേരത്താണ്. അതുകൊണ്ട് ളുഹാ നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സമയം ആ ഒരു ചൂട് നന്നായി കഠിനമായി വെയിൽ നന്നായിട്ടിങ്ങനെ നമ്മൾ നല്ല ചൂട് തോന്നുന്ന ആ സമയമാണ് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും.